എന്റെ ഈ കാശൊന്നുമില്ല, ഞാനിവിടെ നോട്ടടിച്ചോണ്ടൊന്നും ഇരിക്കുവല്ലേ. ഒരുമാതിരി ചെറ്റത്തര എന്നോട് പറയരുത്. വണ്ടിയൊക്കെ എടുത്തതിന്റെ ചെലവ് തരാളാ, ഇന്നൊന്ന് ഇറക്കിയതല്ലേ ഉള്ളൂ. അർജുനെ, എടാ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാ. ഞാൻ വിളിക്കുമ്പോൾ മാത്രമേ നിനക്ക് എടുക്കാൻ വയ്യാത്തായിട്ടുള്ളൂ അല്ലേ? എടാ നീ വിളിച്ചത് ഞാൻ കണ്ടില്ല, നീ വന്ന കാര്യം പറ. അർജുനെ, എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് നീ ഇങ്ങനെ സംസാരിക്കരുത്. എന്താടാ നീ കാര്യം പറ. നീ എന്താടാ ആ ലോൺ അടയ്ക്കാത്തെ? ആ ലോണുകാർ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും മുന്നിൽ വെച്ച് ഇനിയൊന്നുമില്ല എന്നെ പറയാൻ. എന്റെ ഈ കാശൊന്നുമില്ല, ഞാനിവിടെ നോട്ടടിച്ചോണ്ടൊന്നും ഇരിക്കുവല്ലേ. പൈസ ഇല്ലാണ്ടാണോടാ പുതിയ ബൈക്ക് നീ എടുത്തത്? അർജുനെ, നിനക്ക് പഴയ അവസ്ഥ ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് നല്ലൊരു ജോലിയുണ്ട് ഇപ്പം, എന്നിട്ട് എന്തിനാടാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? എടാ നിനക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നീ ആരെങ്കിലും കയ്യിൽ നിന്നൊന്ന് മറക്കി, എന്റെ കിട്ടുമ്പോൾ ഞാൻ തരാം. ഒരുമാതിരി ചെറ്റത്തര എന്നോട് പറയരുത്. ആരും സഹായിക്കാനില്ലാതെ നിന്റെ വീട് പണി മുടങ്ങി കിടക്കുന്നതെന്നും പറഞ്ഞ് നീ എന്നോട് വന്ന് പറഞ്ഞതുകൊണ്ടാണ് നിനക്ക് ഞാൻ ആ ലോൺ എടുത്ത് തന്നത്. 2 മാസം കഴിഞ്ഞ എൻ്റെ പെങ്ങളുടെ കല്യാണമാണ്. അർജുനെ, ചതിക്കല്ലടാ. ഇതാണോ ഇത്ര വലിയ കാര്യം? പെങ്ങളുടെ കല്യാണം അങ്ങോട്ട് മാറ്റി വെക്ക്. അല്ലേലും ഈ പെണ്ണുങ്ങളെയൊക്കെ കെട്ടിച്ചിട്ട് വലിയ കാര്യമൊന്നും. എൻ്റെ അമ്മ അന്നേ പറഞ്ഞാടാ നിനക്ക് ലോൺ എടുത്ത് തരരുത്, നീ ചതിക്കുമെന്ന്. പക്ഷെ അന്ന് എൻ്റെ മനസ്സിൽ നിൻ്റെ അന്നത്തെ അവസ്ഥയും നമ്മുടെ ഫ്രണ്ട്ഷിപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ളത് എനിക്ക് കിട്ടി. എനിക്ക് ജീവനുണ്ടെങ്കിൽ എൻ്റെ പെങ്ങളുടെ കല്യാണം ഞാൻ നടത്തിക്കോളാം. പക്ഷെ നീ ചെയ്ത തെറ്റുണ്ടല്ലോ, അതിന് നീ അനുഭവിക്കും. അന്ന് നിൻ്റെ കൂടെ ഒരു മനുഷ്യനും കാണത്തില്ല.